സുജാതൻ പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തു. ആ, വകുപ്പുകൾ ഏതാണെന്ന് വ്യക്തമായിട്ടില്ല ഈ സമയം വരെ. പക്ഷേ ഈ മന്ത്രിസഭയുടെ പ്രവർത്തനം, അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നാണ് സുജാതൻ കരുതുന്നത്? പത്രക്കാരുമായിട്ടും മറ്റേ ജനങ്ങളുമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്ക് സ്ഥിരമായിട്ട് സംവദിക്കാനായിട്ടുള്ള വേദികളുണ്ടോ? അവസരം ഉണ്ടാവുമോ? മന്ത്രിസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് ഇന്നുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗം. അതിൽ പ്രധാനപ്പെട്ട ചില തീരുമാനം വന്നിട്ടുണ്ട്. അതായത് UDFൻ്റെ പ്രകടന പത്രികയിൽ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന 5 പ്രധാന കാര്യങ്ങളിൽ 2 നടപ്പാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ആ തീരുമാനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആശാ വർക്കേഴ്സിന് കൊടുത്തിരുന്ന വാഗ്ദാനം, അവരുടെ പിന്നെ മാസവരുമാനം വർദ്ധിപ്പിക്കും, വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളത്, അത് പിന്നെ 3000 രൂപ താൽക്കാലികമായിട്ട് ഉയർത്തി. അവർക്ക് 21,000 രൂപയോ മറ്റോ ആണ് വാഗ്ദാനം ചെയ്തതെന്ന് തോന്നുന്നു. അത് അത്രയും ഒറ്റയടിക്കില്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടമായിട്ട് കൊടുക്കാം. അതിൻ്റെ ആദ്യ ഗഡു എന്ന പിന്നെ വ്യാഖ്യാനത്തോടെയാണ് അതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമനം പ്രഖ്യാപിച്ചു. ലൈജു ബാബു, ഹൈക്കോടതിയിലെ പ്രശസ്തനായ അഭിഭാഷകന് അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മന്ത്രിസഭാ യോഗം തീരുമാനം പത്രങ്ങൾക്ക് ബ്രീഫ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിലെ ആദ്യ EMSൻ്റെ മന്ത്രിസഭാകാലം മുതലേ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് നിന്നുപോയി. അത് ഈ 10 വർഷമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നില്ല. 2016 ഇത് പിന്നെ പിണറായി വന്നതിന് ശേഷം ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലാതായി. പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? അതങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു നിയമവും ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഞാൻ പക്ഷേ ഇതിപ്പോൾ സുജാതൻ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. പക്ഷേ വ്യാഴാഴ്ചത്തെ പത്രങ്ങളിലൊക്കെ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻസ് മുഖ്യമന്ത്രി ബ്രീഫ് പറഞ്ഞു, മുഖ്യമന്ത്രി പ്രസ്താവിച്ചു എന്ന് പറഞ്ഞ് കാണാറുണ്ടായിരുന്നല്ലോ. മന്ത്രിസഭാ തീരുമാനങ്ങൾ PRD വഴി പ്രസ് റിലീസായിട്ട് വരും. അതിനെ ഡിപ്പെൻഡ് ചെയ്യായിരുന്നു മാധ്യമങ്ങൾ. അങ്ങനെയാണ് വരുന്നത്. അതേസമയത്ത് മുമ്പൊക്കെ അതിന് തൊട്ട് മുമ്പ് വരെ, പിണറായിക്ക് തൊട്ട് മുമ്പ് വരെ ഉള്ള മന്ത്രിമാർ, ഉമ്മൻചാണ്ടി ഒക്കെ ചെയ്തിരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയോ അല്ലെ മുഖ്യമന്ത്രിക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ, സാധാരണഗതി മുഖ്യമന്ത്രിമാരാണ് ചെയ്യുന്നത്, മുഖ്യമന്ത്രിയെ അസൈൻ ചെയ്യുന്ന ഒരു മന്ത്രിയോ ഈ കാര്യങ്ങൾ പത്രക്കാരെ അഭിസംബോധന ചെയ്ത് പറയും. ഇപ്പം നായനാരുടെ കാലത്തൊക്കെ അത് വളരെ സജീവമായിരുന്നു. ഈ സമ്പ്രദായം ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരാൾ 7 കൊല്ലം ദീർഘമായി മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനായിരുന്നു. പ്രായണ വളരെ മിതഭാഷിയായി പത്രങ്ങളോട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന അച്യുതമേനോൻ ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അത് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഇത് EMSൻ്റെ കാലം 1957 ഗവൺമെൻറ്റിൻ്റെ കാലം മുതലേ ഉണ്ട്. കാരണം പത്രങ്ങളോട് സംസാരിക്കുക, മുഖ്യമന്ത്രി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോട് സംസാരിക്കുന്നതിന് തുല്യമായിട്ടാണ് കരുതുന്നത്. മാത്രമല്ല, ഈ തീരുമാനങ്ങൾ എന്താണെന്ന് ആദ്യം വിശദീകരിച്ചതിന് ശേഷം ഈ ലേഖകന്മാർക്ക് അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അത് ഈ തീരുമാനങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യത്തിന് പുറമെ അപ്പോഴുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളും അവിടെ ചർച്ചയ്ക്ക് വരും. അതിൽ ഈ മുഖ്യമന്ത്രിയുടെ മുഖത്തു നിന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻസ് പത്രങ്ങൾക്ക് ലഭിക്കുക. അതൊക്കെയാണ് പലപ്പോഴും മുഖ്യ വാർത്തയായിത്തീരുന്നത്. അങ്ങനെ ഒരു വലിയ ന്യൂസ് സോഴ്സായി അത് മാറുകയായിരുന്നു. അപ്പം ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് ബുധനാഴ്ച പത്രക്കാർ രാവിലെ മുതലേ ഒരുങ്ങിയിരിക്കും. മീറ്റിംഗ് തീരുമ്പോൾ വൈകുന്നേരം പോയി പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിൽ കാത്തിരിക്കും. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് ഈ ടെലിവിഷനൊക്കെ വന്നപ്പോൾ ഈ ബ്രീഫിംഗ് കവർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്നവരുടെ ചിത്രങ്ങളൊക്കെ TV-യിലൊക്കെ വരും.
ഓ അതുകൂടി ആ, അത് അവർക്ക് ഒരു അപ്പം താല്പര്യമുള്ള വിഷയമായിരിക്കും. ചിലർ സ്ഥിരമായ ചില തിരുവനന്തപുരത്ത് ലേഖകന്മാർ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ സ്ഥിരം ആ സീറ്റിലാണ് കാണുന്നത്. അതിന് ഭയങ്കര കളിയാക്കലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 2016 മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ ബ്രീഫിംഗ് സമ്പ്രദായം നിർത്തി. അതിന് പ്രത്യേകിച്ച് കാരണവും എന്തെങ്കിലും? അദ്ദേഹത്തിന് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഓക്കെ ഓക്കെ. ഒന്നേ അസൗകര്യം നിറഞ്ഞ ചോദ്യങ്ങൾ ഒഴിവാക്കാനായിരിക്കും. മാത്രമല്ല അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സ്റ്റൈലിൻ്റെ ആളായിരുന്നു. അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് നമ്മുടെ പിന്നെ ഈ പാർലമെൻ്ററി സമ്പ്രദായത്തിലും ജനാധിപത്യ വ്യവസ്ഥയിലും പത്രങ്ങളെ വളരെ മാന്യമായി സ്വീകരിക്കേണ്ട ഒരു വിഭാഗമാണെന്നും അവർ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവരിലൂടെ പറയാനുള്ള ഒരു സൗകര്യമാണ് അവർ ഒരുക്കി തരുന്നതെന്നും മുഖ്യമന്ത്രിമാർക്ക് അറിയാമായിരുന്നു. ഞാൻ 98 തൊട്ട് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കരുണാനിധിയാണ് അന്ന് മുഖ്യമന്ത്രി. അയാൾ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പത്രക്കാരെ ബ്രീഫ് ചെയ്യണ ഒരു ഇടപാടായിട്ട് ജയലളിതയ്ക്ക് തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജയലളിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അവർ രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രി ആയപ്പോൾ 2001 ജയ TV വഴി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യും. അതുവഴി എല്ലാ പത്രക്കാരും കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസ് നോട്ടും അവരുടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആക്റ്റീവാണ്. അവർ മുഖ്യമന്ത്രിയുടെ പ്രസ് നോട്ട് മുഴുവൻ വളരെ പെട്ടെന്ന് പത്രക്കാരിൽ എത്തിച്ചേരും. ഇംഗ്ലീഷിലും തമിഴിലും ആയിട്ട് എത്തിച്ചേരും. വളരെ ആക്റ്റീവാണ്. പക്ഷേ പത്രക്കാരോട് അവർ വളരെ റയറായിട്ടാണ് സംസാരിക്കുക. വളരെ റയർ മീൻസ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോണടുത്തൊന്ന് നിങ്ങൾ എൻ്റെ പുറകെ മൈക്കും പിടിച്ചുകൊണ്ട് വരണ്ട, എനിക്കിഷ്ടമല്ല അത്. ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത് നിൽക്കുമ്പോഴാണ് പറഞ്ഞത് അവർ പത്രക്കാരോട് എല്ലാവരോടായിട്ട്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, അപ്പം ഒന്നിച്ചാൽ മതി. ഡോണ്ട് ട്രബിൾ മീ വിത്ത് ഓൾ ദീസ് പാരഫർനേലിയ, എനിക്കിഷ്ടമല്ല. അവർ ഓപ്പണായിട്ട് പറഞ്ഞു. ഒന്ന് അവർക്ക് ഈ ക്യാമറയും മൈക്കും ഒക്കെ ഒന്ന് സിനിമയിൽ നിന്ന് വന്ന ഒരാളല്ലേ, അവരിതിൽ മടുത്തു പോയ ഒരാളാണ്. പിന്നെ അപ്പം അയമ്മ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു. പക്ഷെ ആരും ഈ പത്രസമ്മേളനത്തിന് ഒന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അവരപ്പം തന്നെ ഷീ വിൽ കട്ട് ദ പേഴ്സൺ ടു പീസസ്. പിന്നെ അങ്ങനെ ഒരു ചോദ്യം ഉദിക്കില്ല. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം, പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലയോ എന്നതാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഒരു ജനകീയതയും ജനാധിപത്യ സ്വഭാവവുമുണ്ട്. പത്രങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിക്കാം, തീരുമാനങ്ങൾ കുറച്ചുകൂടെ ഓപ്പണാണല്ലോ. പക്ഷെ അദ്ദേഹം 1-2 തവണ ഞാൻ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ, പാർട്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എവിടെയൊക്കെ പത്രസമ്മേളനം, ഈ KPCC പ്രസിഡന്റ് ആയിരുന്നില്ലേ സുധാകരൻ്റെ കൂടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തുന്നത് കണ്ടപ്പോൾ എനിക്കൊരു എന്താ ഇത്തിരി പിണറായി വിജയൻ്റെ മറ്റൊരു മുഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ റൂഡായിട്ട് അദ്ദേഹം മൈക്കിന് വേണ്ടി രണ്ടുപേരും കൂടെ. അതെ അതെ, അതും പിന്നെ അത് മാത്രമല്ല ഈ എന്താ അദ്ദേഹം പത്രക്കാരോട് തട്ടിക്കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഇനിയുള്ളപ്പോൾ. മാത്രമല്ല ഇത് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്തതാണ്. അതെ, കേരളത്തിൽ ഈ ബ്രീഫിംഗ് തിരിച്ചു വരാനാണ് സാധ്യത, വരേണ്ടത് അത്യാവശ്യവുമാണ്. പക്ഷേ പിണറായി വിജയൻ ഇത് നിർത്തലാക്കിയത് ചില പത്രക്കാരുടെ തന്നെ നിർദ്ദേശപ്രകാരമാണെന്ന് ഒരു പിന്നെ അരമന സംഭാഷണമുണ്ട്, രഹസ്യമുണ്ട്. കാരണം LDFൻ്റെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ചില ആളുകൾ പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ അത് വേണ്ടത് വെച്ചത്. ഓക്കെ ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ദേശാഭിമാനിയും പിന്നെ കൈരളി ചാനലും ആയിരിക്കും. പിന്നെ മാത്രമല്ല പത്രക്കാർ കുറച്ചുകൂടെ പക്വതയോടെ വേണം ഈ കാര്യം ത്തിൽ പങ്കെടുക്കാനും, അഥവാ ഉണ്ടായാൽ ചോദിക്കുന്നതിനുമൊക്കെ ഒരു നിലവാരം ഉണ്ടാവണം. ഇപ്പം നമ്മൾ പത്രക്കാരെ പൊതുവെ കളിയാക്കി മാപ്രായം എന്ന് വിളിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, അത് അടുത്ത കാലത്ത് തുടങ്ങിയതല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിദ്ദിഖ് കാപ്പൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ പത്രക്കാരുണ്ടല്ലോ, പിന്നെ ഈ കൊഴലൂത്തുകാർ കുറച്ച് പേരുണ്ട്, പ്രോപ്പഗാൻഡിസ്റ്റ്. അവരെയൊക്കെ കണ്ടിട്ടായിരിക്കണം ഈ മാപ്ര എന്നുള്ള പേര്. എനിക്കിപ്പോഴും അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയില്ല. മലയാള പത്രപ്രവർത്തകർ എന്നുള്ളതിൻ്റെ ഷോർട്ട് നെയിം ആണോ അത് വേറെ വലുതാണോ? മാധ്യമം പത്രം എന്നത് മാറി മാധ്യമ ആയതാണ്, മാധ്യമപ്രവർത്തകർ. അതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് മാപ്ര എന്നുള്ളത്. ഏതായാലും അത് ആ കാര്യത്തിലും കൂടെ പത്രക്കാർ ഒരു മച്യൂരിറ്റി കാണിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് ബ്രീഫിംഗ് മടങ്ങി വരുന്നത് സംസ്ഥാനത്തിൻ്റെ അറിയുവാനുള്ള ആഗ്രഹത്തിന്
അവകാശത്തിനും നല്ലതാണ്. അതിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് കൂടുമ്പോൾ അത് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വിനി വൈഷ്ണവാണ് ഇപ്പൊ കുറെ നാളായിട്ട്. അതിന് മുമ്പത്തെ മന്ത്രിസഭയിൽ വേറെ ആരും ഒക്കെ ആയിരുന്നു. അത് അവര് നിരന്തരം പ്രധാനമന്ത്രി സംസാരിക്കാറില്ല പത്രക്കാരോട്. പക്ഷെ പ്രധാനമന്ത്രി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണല്ലോ അല്ലേ? അദ്ദേഹം വളരെ സജീവമാണ്, എപ്പോഴും അപ് ടു ഡേറ്റ് ആണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അപ്പം പ്രതികരിക്കാറുണ്ട് സോഷ്യൽ മീഡിയ വഴി. അതിൻ്റെ ആവശ്യമുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിലെ യോഗങ്ങളെല്ലാം, ക്യാബിനറ്റ് യോഗത്തിലെ എടുത്ത തീരുമാനങ്ങളെല്ലാം കേന്ദ്ര മന്ത്രിസഭ അപ്പോൾ പത്രക്കാരെ അറിയിക്കുന്നുണ്ട്. അവർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, അതുവഴി അവർ പത്രസമ്മേളനം നടത്താറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ദൂരദർശൻ്റെ ഡൽഹി ന്യൂസ് ഇതിനകത്ത് അവർ കാണിക്കാറുണ്ട്, ലൈവൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. കേരളത്തിൽ ക്യാബിനറ്റ് ബ്രീഫിംഗ് പുനരാരംഭിക്കും, തിരിച്ചു വരട്ടെ 10 വർഷത്തിന് ശേഷം. കുറച്ചുകൂടി സുതാര്യത ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾക്ക് സംവദിക്കാനും അവരുടെ സംശയങ്ങൾ തീർക്കാനും പിന്നെ കുറച്ച് വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി ഒന്ന് പ്രകോപിപ്പിക്കാനൊക്കെ അവർക്കൊരു അവസരം കിട്ടും. അത് വലിയ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഇവൻ്റായിട്ടാണ് പോകുന്നത്. ഭയങ്കര തമാശയും. നയനാരുടെ കാലത്തൊക്കെ ഭയങ്കര ജൂബിലൻ്റാണ് പത്രക്കാരും നയനാരും. അസുഖകരമായ ചോദ്യം വരുമ്പോൾ നയനാർ തന്നെ പറയും, ഉത്തരം പറയാനില്ലെങ്കിൽ നീ ഏതാടേ കടലാസം ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ.